ഹായ്. മഴയായത് കാരണം ഒന്നും കേൾക്കാൻ പാടില്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങളോട് അടുത്ത് ഒന്ന് പറയാം. ഇന്ന് ഞാനേ വളരെ വ്യത്യസ്തമായ ഒരു തോരൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു കുക്കറിൽ 10-12 ഉള്ളൂ. കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിക്കാം. ഒറ്റ വിസിൽ കേട്ടാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് അല്പം തേങ്ങ, ഒരു ചിരവ തേങ്ങ, ഞാൻ 2 ചിരവ തേങ്ങ അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുവന്നുള്ളി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് എന്താണെന്നുള്ളതും വിസിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത് വളരെ ടേസ്റ്റാണ്. അത് നമ്മളുടെ ഏജിലുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറകളാരും തന്നെ അത് കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതെന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വിസിൽ വരട്ടെ. ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. ശരിയാക്കി എടുക്കട്ടെ എന്നാൽ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മതി. പണ്ട് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മിക്കല്ലിൽ പൊടിച്ചെടുക്കാറുന്നു. ഇപ്പം നമുക്ക് മിക്സിയിലിട്ട് ഒറ്റ കറക്ക് അത്രയും കൊണ്ട് നമുക്ക് നല്ല ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം. ഓക്കെ, എന്താണെന്ന് കണ്ടോ? ചക്കക്കുരു. അതെ, ഇന്നലെ തറവാട്ടിൽ നിന്ന് കുഞ്ഞമ്മ എനിക്കൊരു ദിവസം ചക്ക തന്നു. ഞങ്ങളുടെ തറവാട്ടിലെ കുഞ്ഞമ്മ ഉണ്ടെന്നു. അപ്പോൾ കുഞ്ഞമ്മ ചക്ക തന്നപ്പോൾ ചക്ക വൈകുന്നേരം ഞാൻ ഉലത്തി ചക്കപ്പുഴുക്കായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ ചക്കക്കുരു അതിൻ്റെ കൂടെ ഇട്ടു. അത് കഴിഞ്ഞൊരു 10-20 ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്നത് ചൂടാറണം കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഒറ്റ കറക്കാം. ഇതുകൊണ്ട് ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഞങ്ങൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്, മുട്ട പൊരിച്ചതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയാണെന്നുള്ളത്, ഇതിൻ്റെ ടേസ്റ്റ് എന്താ. ഇത് നല്ലൊരു തോരനാട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കൂട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ സ്കൂൾ വിട്ടപ്പോൾ വരുമ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു ചോറുണ്ണണേ. സ്കൂൾ അടുത്തായത് കാരണം, സ്കൂൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു സ്കൂൾ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ചോറുണ്ണുമ്പോൾ അമ്മച്ചി ഉച്ചയ്ക്ക് ചോറിന് ഇത്, പിന്നെ ഉണക്കമുള്ളം വറുത്തത്, അതൊക്കെ ആയിരുന്നു. വറുക്കാൻ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അത് ചുട്ടാണെങ്കിലും അയില അതൊക്കെ ചുട്ടാണെങ്കിലും ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പോലെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഇറച്ചി മേടിക്കുക, അല്ലെങ്കിൽ മീൻകാരൻ വരാൻ നോക്കി നിൽക്കുക, അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും വിരുന്നുകാർ, എൻ്റെ അമ്മച്ചിയുടെ അമ്മയും ഇതൊക്കെ വരുമ്പോൾ ഒരു കോഴീനെ കൊല്ലും. അല്ലെങ്കിൽ പെരുന്നാൾ, ഈസ്റ്റർ, ക്രിസ്മസ് ഇങ്ങനെയുള്ള ഇത് മാത്രമാണ് ഇറച്ചിയാണെങ്കിൽ അതൊക്കെ വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒരു കോഴികളുണ്ടാവും, ഒരു കോഴീനെ കൊല്ലും, അല്ലെങ്കിൽ ഒരു മുട്ട പൊരിക്കും, മുട്ട കറി വയ്ക്കും. അതൊക്കെയായിരുന്നു അന്നത്തെ കാലം. അന്ന് ഇതൊക്കെ കഴിച്ചാണ് ഞങ്ങൾ വളർന്നേക്കണേ. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് പൊടിച്ചെടുക്കണം. ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇരിക്കും, ഉണ്ടോ? ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സിയിലൊന്ന് കറക്കി, ഒറ്റ കറക്കൽ. ഒരുപാട് ചെയ്യരുത്. ഒരുപാട് ചെയ്താൽ അട പോലെയായി. ഒറ്റ കറക്കലേ പാടുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കൂട്ടിയിട്ടുണ്ടാവില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഒരുപാട് നീണ്ടു പോകണമെന്ന് ചിലർ പറയണു. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ചൂടാവും, മാത്രം ചൂടാവും. തേങ്ങ ചിരണ്ടി ഇട്ടാലാണ് ടേസ്റ്റ് നിന്ന് തേങ്ങ. ഒരു ചില തേങ്ങ പിന്നെ ഇന്ന് രാവിലെ ഞാൻ മോരുകറി ഉണ്ടാക്കി. ഇന്നലത്തെ ചെമ്മീൻ കറി ഇപ്പുണ്ട്. അതൊക്കെ ആയിട്ട് പിന്നെ കടച്ചക്ക ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതെൻ്റെ ഫേവറേറ്റാണ്. എല്ലാവരും മഴയത്ത് ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ. മരത്തിൻ്റെ കീഴിൽ പോയി നിൽക്കരുത്.
മരത്തിൻ്റെ പൊടിഞ്ഞാടൽ, രാത്രി വെളുപ്പിന് നടക്കാൻ പോക്ക്, അതെല്ലാം കുറയ്ക്കണം കേട്ടോ. വെളുപ്പിന് നടക്കാൻ പോകുമ്പോൾ ലൈനൊക്കെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് സൂക്ഷിക്കുക. നമ്മൾ വീട്ടിലിരുന്നാലും അപകടങ്ങൾ വരികയാണ്. ഭിത്തി ഇടിഞ്ഞ് വീണും ഒക്കെ എന്തോരം അപകടങ്ങൾ, പേരുടെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണും ഒക്കെ ആയിട്ട് ഒത്തിരി അപകടങ്ങൾ വരുന്നുണ്ട്. എന്നാലും നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. പിന്നെ എന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയാം കേട്ടോ. ഒത്തിരി പേരെന്നെ ഇഷ്ടപ്പെട്ട് ചേച്ചിന്ന് വിളിക്കുമ്പോഴുള്ള സ്നേഹം, സ്വന്തം കൂടപ്പറപ്പുകളില്ലാത്ത കൂടപ്പറപ്പിന് പറയണേക്കായും കൂടുതലായിട്ട് നമ്മളെ സ്നേഹത്തെ മനസ്സിലാക്കണം. നമ്മളെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയണം. മൂത്തൂർ പൊടി നമുക്ക് മുളകിട്ട് കൊടുക്കും. മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. ചക്കക്കുരു, ഉരുളൻകിഴങ്ങ്, ചേന അതിനൊക്കെ കുറച്ച് പൊടി ഇട്ടാൽ മതി. അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ചിലർ കുരുമുളക് പൊടിയൊക്കെ ഇടും. ഞങ്ങളതൊന്നും ചെയ്യാറില്ല. ഒരു നാടൻ ഇതല്ലേ, കുരുമുളക് പൊടിയൊക്കെ ഇറച്ചിയിലധികം ഞങ്ങൾ കുരുമുളക് പൊടി ചേർക്കും. അല്ലാതെ ഇങ്ങനെയുള്ള കറികൾക്ക് കുരുമുളക് ചേർക്കാറില്ല. വരണ്ട് വന്നിട്ട് വേണം വേപ്പിലിടും. വേപ്പിലൊക്കെ മഴ പിടിക്കണമെല്ലാം പോവുക. എന്നാലും 1-2 തണ്ടൊക്കെ കിട്ടും. എല്ലാവർക്കും എന്താ വിശേഷം? ഞാൻ ഓർത്ത് ഇന്നിങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. കുറച്ച് നേരം നിങ്ങൾക്ക് എന്നെ കാണാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാം. കമൻ്റ് ഇടണം കേട്ടോ. കമൻ്റ് ഇട്ടാലല്ലേ എൻ്റെ പോരായ്മകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഞാനത് ഉൾക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരും. മൂത്ത് വന്ന് നമുക്ക് തേങ്ങ ഇട്ടു. 2 ചിരവ തേങ്ങ ഉള്ളൂ. നമുക്ക് നമ്മുടെ മെയിൻ സാധനം ചക്കക്കുരു. മുട്ട പൊരിച്ചത് ഇളക്കി പൊരിച്ചത്. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ വരുമാൻ പറ്റിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കണ്ണാൻ വരുമ്പോൾ ചീഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ മുട്ട പൊരിച്ചത് സൂപ്പർ. ഗ്യാസ് ഓഫ് ചെയ്യണം. അതെ, പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ടൊരു കറി ആയില്ലേ. ഗ്യാസ് ഓഫ് ചെയ്യും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് നമുക്ക് ഒരു കറി ഇല്ലാത്തപ്പോൾ കൂട്ടാൻ പറ്റിയൊരു കറി. സൂപ്പർ കേട്ടോ. നോക്കട്ടെ. അടിപൊളി സൂപ്പർ. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. മഴയാണ്, ചോറിന് കൂട്ടാൻ ഒരു കറിയായി. ഓക്കെ.